വളരെ വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനത്തിലേക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. തൃശൂർ സ്വരാജ് വീഥികൾ എന്ന പേരിൽ ഒരു വാട്ടർ കളർ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ആർട്ട് ഗ്യാലറിയിൽ. ചേലക്കോട്ടുകര സ്വദേശിയും തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലെ മുൻ ചിത്രകലാ അധ്യാപിക കൂടിയായിട്ടുള്ള PG ഉഷ ടീച്ചർ വരച്ച ചിത്രങ്ങളാണ് ഈ ഒരു പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകദേശം 28 ചിത്രങ്ങളാണ് ഈ ഒരു പ്രദർശനത്തിൽ ഉള്ളത്. നമ്മൾ അകലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒറ്റ നോട്ടത്തിൽ അതൊരു ഫോട്ടോ ആണെന്നാണ് തോന്നുക. നമ്മൾ ക്യാമറ ഉപയോഗിച്ചെടുത്ത ഒരു ഫോട്ടോഗ്രാഫ് ആണെന്നാണ് തോന്നുക. പക്ഷേ അടുത്തു നിന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അതൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ പ്രതലത്തിൽ മനോഹരമായി ഒരുക്കിയിട്ടുള്ള വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണെന്ന് നമ്മൾ അതിശയത്തോടെയാണ് അത് തിരിച്ചറിയുക. വളരെ കൗതുകത്തോടെ ഒരുപാട് പേരെ ആകർഷിച്ചുകൊണ്ട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗ്യാലറിയിലാണ് ഈ ഒരു ചിത്ര പ്രദർശനം നടന്നത്. ഇതിനു മുൻപും സോളോ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രകലാ അധ്യാപിക കൂടിയാണ് PG ഉഷ ടീച്ചർ. PG ഉഷ ടീച്ചർ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നുമുള്ള ഓരോ വഴികളും ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 19 വഴികൾ, സ്വരാജ് റൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന 19 വഴികൾ സ്വരാജ് റൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ്. വളരെ മനോഹരമായിട്ട് ഓരോ ഡീറ്റെയിലും ചോർന്നു പോകാതെ ഇതിനകത്ത് ഈ ഒരു ചിത്ര പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓരോ പരസ്യ ബോർഡുകളിലെ ഡീറ്റെയിൽസും അതിലെ വാചകങ്ങളും അക്ഷരങ്ങളും, അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കേബിളുകൾ, ഫോണിൻ്റെ കേബിളുകളുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് കേബിളുകളുണ്ട്. അങ്ങനെ ഈ കേബിളുകളും പോസ്റ്റുകളും ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തൃശ്ശൂർ നഗരത്തിൻ്റെ ആകാശം, അങ്ങനെ മനോഹരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ഇതിൽ വരച്ച് ചേർത്തിട്ടുണ്ട്. റോഡിലെ കുഴികളും ഗട്ടറുകളും, നടന്നു പോകുന്ന ആളുകൾ, അവരുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻ, അതുപോലെ തന്നെ വഴിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ സൈഡ് സ്റ്റാൻഡിൽ ചാരി വെച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ വാഹനങ്ങളിലെ സ്റ്റിക്കറുകൾ, അവയുടെ ലോഗോ, അങ്ങനെ വളരെ കുഞ്ഞ് സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ വരെ വളരെ കൃത്യതയോടെ വരച്ചെടുത്തിട്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിങ്സിൻ്റെ എക്സിബിഷനാണ് ഈ ഒരു സ്വരാജ് വീഥികൾ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്ര പ്രദർശനത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. ഒപ്പം നമുക്ക് ഉഷ ടീച്ചറോട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ രീതിയിൽ ചിത്രങ്ങൾ ഒരുക്കാനാണ്, വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ ചിത്രങ്ങൾ ഒരുക്കാനുള്ള ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു, എത്രത്തോളം അധ്വാനം ഇതിന് പുറകിലുണ്ട് എന്ന് നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ചറിയാം. പൊതുവെ എനിക്ക് ചെറിയ വഴികൾ വരയ്ക്കാൻ, ചെറിയ വഴികളിലെ തിരക്കും അതിലത്തെ വണ്ടികളും ആൾക്കാരുടെ തിരക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. വരയ്ക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നു ആദ്യം തന്നെ തൃശ്ശൂരിനെ ആവാമെന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ റൗണ്ട് മുഴുവൻ ചുറ്റി നടന്നു. അപ്പോൾ 19 വഴികളുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 19 വഴികൾ വരയ്ക്കാമെന്ന് തീരുമാനിച്ചു. അതിന് ആദ്യം ഞാൻ ഷൊർണൂർ റോഡ് വരച്ചു. പിന്നെ ഒരു പ്രദർശനം നടത്തണം എന്ന് വിചാരിച്ചിട്ട് വരച്ചതല്ല. പിന്നെ വരച്ചു വന്നപ്പോൾ അത് പ്രദർശനമാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 19 വഴികളും പിന്നെ അപ്പോൾ അക്കാഡമി 25 ചിത്രങ്ങളും വേണം. അപ്പോൾ നമ്മുടെ പൂരം നടക്കുന്ന 3 അമ്പലങ്ങൾ വരച്ചു. അപ്പോൾ പിന്നെ കേരളത്തിന് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു ഇതാണ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, ലളിതകലാ അക്കാദമി, സംഗീത അക്കാദമി, പിന്നെ സാഹിത്യ അക്കാദമി. അപ്പം പിന്നെ അതും വരച്ചു. പിന്നെ പുത്തമ്പള്ളി, അതും തൃശ്ശൂരിലെ ഒരു പേരുകേട്ട പള്ളിയാണ് പുത്തമ്പള്ളി. പിന്നെ കോർപ്പറേഷൻ, ഇപ്പോൾ പുതിയ കോർപ്പറേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ, പിന്നെ 185 വർഷം പഴക്കമുള്ള തൃശ്ശൂരിലെ ആദ്യത്തെ സ്കൂളായ മോഡൽ ബോയ്സ്. അങ്ങനെ 28 ചിത്രങ്ങളാണ്. ഇത് എങ്ങനെയാണ് മെറ്റീരിയലും ഏത് തരത്തിലാണ് പെയിന്റ് ഉപയോഗിച്ചിരിക്കുന്നത്? മെറ്റീരിയൽ എന്താണ്? ക്യാൻവാസ് ആണ്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ക്യാൻവാസ് അല്ല, ഇത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഹാൻഡ് മെയ്ഡ് പേപ്പറും വാട്ടർ കളറാണ് ചെയ്തേക്കുന്നത്. വാട്ടർ കളറിൽ വൈറ്റ് ഉപയോഗിക്കില്ല. വൈറ്റ് ഉപയോഗിക്കാതെ ഒരു ചിത്രത്തിൽ വൈറ്റ് ഉപയോഗിച്ചിട്ടില്ല. പേപ്പർ വൈറ്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വാട്ടർ കളറിലാണ് എനിക്ക് ഇഷ്ടമുള്ള മീഡിയം ആണ് വാട്ടർ കളർ. റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 8 വർഷം. 2015 8 വർഷമായി. പിന്നെ ഇത് നമ്മളിപ്പം ഓരോ ഇമേജുകളും ഫോട്ടോ എടുത്തിട്ടാണോ, അല്ലെങ്കിൽ ജസ്റ്റ് കണ്ടതിന്റെ മാത്രം ഓർമ്മയിൽ നിന്നാണോ? അല്ല, കണ്ടതിന്റെ മാത്രം ഓർമ്മയിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കില്ല. കാരണം ചില അത്രയ്ക്ക് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരുത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പൊ നമുക്ക് ഫോട്ടോ തന്നെയാ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അത് നോക്കി വരിക. പ്രത്യേകിച്ച് ഇതിലെ ഓരോ പരസ്യ ബോർഡുകളുടെ വരെ ഡീറ്റെയിൽസ്, അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും വേണം വിചാരിച്ചിട്ട് തന്നെയാണ്. ശരിക്കും അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു
ഫോട്ടോയെ പോലെ തോന്നുമെങ്കിലും അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇത് ശരിക്കും വരച്ച ചിത്രമാണെന്ന് തോന്നുന്നത്. ആ ഒരു ഫിനിഷിംഗ് കൊണ്ടുവരാൻ സാധിച്ചത് എങ്ങനെയാണ്? ഇലക്ട്രിക് ലൈനുകൾ വരെയുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയ്ക്ക് ഒരു ശ്രദ്ധ വന്നത്? സൂക്ഷ്മതയോടെ വരച്ചിട്ട് തന്നെയാണ് ഇത് വന്നത്. വളരെയധികം ശ്രദ്ധിച്ചു. ഓരോ ഭാഗത്തിന്റെ ഏതേത് ഭാഗങ്ങളെന്ന് സ്കെച്ചിങ്ങിൽ ഭയങ്കര പാടുപെട്ടു. സ്കെച്ചിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്കെച്ചിങ് ഏത് സ്ഥലത്ത് എവിടെ, പിന്നെ പെയിന്റിങ് ചെയ്യുമ്പോഴും അതെ ഹൈലൈറ്റ് വിടണം. ചില പേപ്പർ വൈറ്റ് ആണ് ഹൈലൈറ്റ്, വൈറ്റ് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ പേപ്പർ വൈറ്റ് ഹൈലൈറ്റ് എവിടെയൊക്കെ വെച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണ് പെയിന്റ് ചെയ്തത്. വളരെയധികം ശ്രദ്ധ കൊടുക്കണം. കണ്ണിന്റെ സൂക്ഷ്മതയും ചില ഭാഗങ്ങളൊക്കെ ഞാൻ ലെൻസ് വെച്ചിട്ട് വരച്ചത്. ചില ഭാഗങ്ങളൊക്കെ ഇത് കണ്ടുപോകുന്നവരുടെ ഒക്കെ ഒരു പ്രതികരണം എന്താണ്? പ്രതികരണം വളരെയധികം, അവരുടെ പ്രതികരണം കേൾക്കുമ്പോഴാണ് ഞാൻ ഇത്രയ്ക്ക് വരച്ചോന്ന് വരെ എനിക്ക് തോന്നിപ്പോണത്. പ്രതികരണം അത്രയ്ക്ക് ഗംഭീരാണ്. വെച്ചാൽ തൃശ്ശൂരിൽ ഒതുങ്ങേണ്ടതല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പൊ ഞാനൊന്ന് ഓർത്തത് തൃശ്ശൂരിൽ ഒതുങ്ങേണ്ടതല്ലേ. അപ്പൊ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് തൃശ്ശൂരിന്റെ അവകാശപ്പെട്ട ഒരു റൗണ്ടാണ്. അപ്പൊ അത് ശരിക്കും മറ്റ് ജില്ലകളിലും കൂടി എത്തേണ്ടതാണ്. ശരിക്കും അത് പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അതെ, തീർച്ചയായിട്ടും ഇത് ലോകം മുഴുവൻ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒത്തിരി പേര് യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടാവും. അതൊക്കെ അതുവഴി മാക്സിമം ആളുകളിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാവിധ ആശംസകളും. റിട്ടയർമെന്റ് ലൈഫിലും ഈ ഒരു ചിത്രരചന കൈവിടാതെ മുന്നോട്ട് പോയി ഒരുപാട് പേർക്ക് പ്രചോദനമായിട്ട് നിൽക്കുന്നതിന് ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു.